നമസ്കാരം. വയനാട് ദുരന്തം നടന്നിട്ട് മാസം 4ആയി. പലയിടങ്ങളിലേക്കും ചിതറിപ്പോയ ജീവിച്ചിരിക്കുന്ന ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല ഇതുവരെ. ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന സംഘടനകളും വ്യക്തികളും വാഗ്ദാനം നൽകിയിരുന്നു. പൊതുഖജനാവിൽ നിന്ന് 10 പൈസ പോലും ചെലവാകാതെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിൽ സർക്കാരിന് എന്താണിത്ര മെല്ലെപ്പോക്ക്? ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കുന്നവനെതിരെ കള്ളക്കേസുകൾ എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ കള്ളക്കേസുകൾ എടുക്കുമ്പോൾ സാധാരണക്കാരന് പോലും കാര്യം മനസ്സിലാകും. അത് ദോഷം ചെയ്യുന്നത് സർക്കാരിനും പാർട്ടിക്കും പിണറായി സാറിനും മാത്രമായിരിക്കും. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം ചെയ്തവരുടെ പട്ടികയാണിത്. അഖിൽ മാരാർ 4 വീടുകൾ, ശോഭ ബിൽഡേഴ്സ് 50 വീടുകൾ, കോഴിക്കോട് ബിസിനസ് ക്ലബ് 40 വീടുകൾ, രാഹുൽ ഗാന്ധി 100 വീടുകൾ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 100 വീടുകൾ, മുസ്ലിം ലീഗ് 100 വീടുകൾ, കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 10 വീടുകൾ, കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ 10 വീടുകൾ, അബുദാബിയിലെ തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടനയായ അനോര ഗ്ലോബൽ 2 വീടുകൾ, കത്തോലിക്ക സഭ 100 വീടുകൾ, മാർത്തോമ സഭ 25 വീടുകൾ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 10 വീടുകൾ, IT ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി 2 വീടുകൾ, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി 15 വീടുകൾ, അയർലൻഡ് കേരള ഹൗസ് 2 വീടുകൾ, ദ്രോഗിഡ ഇന്ത്യൻ അസോസിയേഷനും റോയൽ ക്ലബ് ദ്രോഗിഡയും ചേർന്ന 1 വീട്, യൂത്ത് ഫ്രണ്ട് എം 5 വീടുകൾ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 50 വീടുകൾ, DYFI 25 വീടുകൾ, നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ നിർമ്മിച്ചു നൽകുകയോ അതിൻ്റെ പണം സർക്കാരിന് നൽകുകയോ ചെയ്യും. വേൾഡ് മലയാളി കൗൺസിൽ 14 വീടുകൾ, ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി 10 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി 10 മുതൽ 15 വരെ കുടുംബങ്ങൾക്ക് നൽകും. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല 10 വീടുകൾ. വീടുകൾ നഷ്ടപ്പെട്ട എല്ലാവർക്കും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന HRDS ഇന്ത്യയും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട വീടുകളേക്കാൾ അധികം വീടുകൾ സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്തിട്ട് മാസം 4ആയി. കുലുക്കമില്ല സർക്കാരിന്. നഷ്ടപ്പെട്ടത് സാധാരണക്കാരനാണ്. 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് മുസ്ലിം ലീഗ് വാഗ്ദാനം ചെയ്തിരുന്നു. ഗുണഭോക്താക്കളുടെ പട്ടിക പോലും സർക്കാരിൻ്റെ കയ്യിലില്ലെന്നും വീട് നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായി മുഖ്യമന്ത്രിയെയും മന്ത്രി K രാജനെയും ഓഫീസിൽ പോയി കണ്ടിരുന്നതായും അതുകൊണ്ട് ഫലമുണ്ടായില്ലെന്നും ഇനി സ്വന്തം വഴി തേടേണ്ടി വരുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. HRDS ഇന്ത്യ മുഴുവൻ ദുരിതബാധിതർക്കും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള പദ്ധതി രേഖ ഓഗസ്റ്റ് 3-ാം തീയതി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. സർക്കാർ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഭൂമി കണ്ടെത്തി കൊടുക്കുക, ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുക. ഈ നിമിഷം വരെ ഒന്നും നടന്നില്ല. ദുരന്തബാധിതർക്ക് വീട്ടുവാടക നൽകാനായി സർക്കാർ നൽകുന്നത് 6000 രൂപ മാത്രമാണ്. എന്നാൽ ഈ തുക പര്യാപ്തമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഈ അലംഭാവം അവസാനിപ്പിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം ഓഖി ദുരന്തത്തിലും പ്രളയത്തിലും വീടുകൾ നഷ്ടപ്പെട്ടവരിൽ പലരും ഇപ്പോഴും വാടക വീടുകളിൽ തന്നെയാണ്.